ഹായ് മക്കളെ, നമ്മളെവിടെ വരെയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്? അപ്പം നമ്മൾ പേജ് നമ്പർ 25 വരെയുള്ള എല്ലാ എക്സസൈസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇപ്പം ഇന്ന് പഠിക്കേണ്ടത് പേജ് നമ്പർ 26 എക്സസൈസാണ്. അതിന് മുമ്പ് നമ്മൾ ആ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ആ കുറച്ച് കാര്യങ്ങളും പഠിച്ച് ഇതിലെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുമ്പോഴത്തേന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയാലോ നമുക്ക്. ഇവിടെ നോക്കണേ. അപ്പോൾ ഞാനൊരു സീക്വൻസ് എഴുതുന്നു. ഇങ്ങനെ A1 A2 A3 A4 A5 A6 A7 A8 A9 A10 ഇങ്ങനെ എക്സെട്രാ പോകുന്ന ഒരു സീക്വൻസാണ്. ഇവിടെ നോക്കേ, ഞാനൊരു ടേം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു A5 ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ A5നെ നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ A5ൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് അകലെ ഉള്ളത് എന്ന് പറഞ്ഞാൽ തുല്യ ഡിസ്റ്റൻസ് അകലെ വലത്തോട്ടും ഇടത്തോട്ടും ഉള്ള ടേംസ്. ഇതാണ് A5ൽ നിന്ന്. A5 ആണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. A5ൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് അകലെയുള്ള ടേംസുകൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ A5ൻ്റെ ഇരട്ടി കിട്ടും. ഓക്കെ, A5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നോക്കേ, ഈ A5ന് തുല്യ ഡിസ്റ്റൻസ് അകലെന്ന് വെച്ചാൽ A5ൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന A6 ഒരു ടേം അകലെയല്ലേ. അടുത്തത് A5ൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന A4 ഒരു ടേം അകലെയല്ലേ ആണ്. അപ്പോൾ A5ൻ്റെ തുല്യ ഡിസ്റ്റൻസ് അകലെ ഇരിക്കുന്ന വലതുവശത്തിരിക്കുന്നതും ഇടതുവശത്തിരിക്കുന്നതും. അപ്പോൾ ഈ A4ഉം A6ഉം കൂടെ കൂട്ടി എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ? 2 × A5 കിട്ടുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ A4ഉം A6ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 2 × A5 കിട്ടും. അതേപോലെ A5ന്ന് 3 ടേംസ് അകലെ ഇരിക്കുന്ന ടേം ഏതാ? ഒരു ടേം അകലെ, 2 ടേം അകലെ, 3 ടേം അകലെ. അപ്പോൾ A8 അല്ലേ. അപ്പം A8 പ്ലസ് ഇവിടെ ഇടതുവശത്താണെങ്കിലോ 1 2 3. ഓക്കെ, A2 ഈസ് ഈക്വൽ ടു 2 × A5. മനസ്സിലായോ? ഇനി വേറൊന്നും പറ. 3 ഡിസ്റ്റൻസ് അകലെ ഇരിക്കുന്നതെന്ന് പറ. 1 2 3. ആ 3 ഡിസ്റ്റൻസ് അകലല്ലേ നമ്മൾ പറഞ്ഞത്. അവിടെ 2 ഡിസ്റ്റൻസ് അകലെ ഇരിക്കുന്ന പറഞ്ഞേ 1 2. അപ്പോൾ എന്താണ്? A7 പ്ലസ് ഇടതുവശത്തോട്ടാണെങ്കിലോ 1 2. അപ്പോൾ A3 ഈസ് ഈക്വൽ ടു 2 × A5. ഓക്കെ, മനസ്സിലായോ? ഇതിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവുന്നു. നോക്കേ, A4ഉം 6ഉം പൊസിഷൻ നോക്ക്. 4 6. അപ്പം ടോട്ടൽ 10. ഇവിടെയോ 8 2 ടോട്ടൽ 10, 7 3 ടോട്ടൽ 10 എന്ന് പറഞ്ഞാൽ തുല്യ പൊസിഷനിലുള്ള എന്ന് വെച്ചാൽ ഇതിൻ്റെ പൊസിഷൻ, ടോട്ടൽ പൊസിഷൻ എന്ത് വരും? 10 വരും. ഇതിൻ്റെ എന്ത് വരും? 10 വരും. ഇതിൻ്റെ എന്ത് വരും? 10 വരും. അപ്പോൾ ടോട്ടൽ പൊസിഷൻ തുല്യമായിട്ടുള്ളതിൻ്റെ എല്ലാം സമ്മ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? 2 × A5ന് ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്ക്. ഇപ്പം നമുക്കറിയാവുന്നൊരു സീക്വൻസാണ് 2 4 6 8 10 12 14 എക്സെട്ര. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസാണ്, നമുക്കറിയാം അല്ലേ. ഞാൻ നോക്കും, ഇവിടെ 8നെ എടുത്തു. ഞാനിപ്പോൾ ഇവിടെ എന്തോ പറഞ്ഞത്? 8 ആണെങ്കിൽ 8ന് തുല്യ ഡിസ്റ്റൻസ് അകലെയുള്ള 2 ടേംസ് കൂട്ടുമ്പം 8ൻ്റെ ഇരട്ടി കിട്ടുമെന്നല്ലേ പറഞ്ഞത്. ഇതാ തുല്യ ഡിസ്റ്റൻസ് അകലെയാണ് 6 കിടക്കുന്നതും 10 കിടക്കുന്നതും. അപ്പോഴെന്ത് വരും? 6 + 10 ഈസ് ഈക്വൽ ടു 2 × 8 അല്ലേ. ശ്രദ്ധിച്ച് നോക്ക്. 6 + 10 എന്താ? 16 അല്ലേ. അതെന്താണ്? 2 × 8 അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഒരു ടേമിൻ്റെ തുല്യ ഡിസ്റ്റൻസ് അകലെയുള്ള ടേംസുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? ആ ടേമിൻ്റെ ഇരട്ടി കിട്ടും. പിന്നെ വേറൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? പൊസിഷൻ സെയിം ആയിട്ടുള്ള പൊസിഷൻ്റെ സമ്മം
സെയിം ആയിട്ടുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ A4ഉം A6ഉം കൂട്ടിയാൽ 50 കിട്ടുമെങ്കിൽ അങ്ങനെ ഈ പൊസിഷൻ 10 വരുന്ന എല്ലാത്തിൻ്റെ സമ്മും എന്തായിരിക്കും? 50 തന്നെ ആയിരിക്കും. മനസ്സിലായോ? രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടേംസിൻ്റെ സമ്മാണ്. ആ ടേം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. തെറ്റിപ്പോകരുതേ. ടേം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 3 ടേംസിൻ്റെ സമ്മ്, അല്ലെങ്കിൽ ഒരു 5 ടേംസിൻ്റെ സമ്മ്, ഒരു 7 ടേംസിൻ്റെ സമ്മ്, അല്ലെങ്കിൽ 9 ടേംസിൻ്റെ സമ്മ്, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ടേമിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 3 ടേംസിൻ്റെ സമ്മ്, ഇപ്പോൾ A1 + A2 + A3 ആണെങ്കിൽ 3 ടേംസിൻ്റെ സമ്മ അല്ലേ? അപ്പോൾ 3 ടേംസ് ആയതുകൊണ്ട് 3 എഴുതണം. ഓക്കെ, ഇൻറ്റു ഈ 3 ടേംസിൽ മിഡിൽ ടേം ഏതാ? A2 അല്ലേ? ഇൻറ്റു A2. ഇപ്പോൾ എന്താണ്? 3 ടേംസിൻ്റെ സമ്മാണെങ്കിൽ എന്ത് ചെയ്യും? 3 ഇൻറ്റു മിഡിൽ ടേം ആണ്. എന്താണ്? 3 ഇൻറ്റു മിഡിൽ ടേം. ഇപ്പോൾ 5 ടേംസിൻ്റെ സമ്മാണെങ്കിലോ? ഇനി ആദ്യം പഠിക്കുക, നമ്മൾ എങ്ങനെയാണ് മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് മിഡിൽ ടേം? നമുക്ക് ഇപ്പോൾ 3 ടേംസ് ആകുമ്പോൾ നമുക്ക് നടുക്കുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 11 ടേംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അപ്പം ഇത് 3 ടേംസിൻ്റെ ഞാനൊന്ന് പറയാം. 3 ടേംസ് ആണെങ്കിൽ നമ്മൾ 3ൻ്റെ കൂടെ 1 അങ്ങോട്ട് കൂട്ടുക, അപ്പോൾ 4 വരുമല്ലേ? അപ്പോൾ 4/2 എത്ര വരും? 2 വരും. അപ്പോൾ നമുക്ക് മനസ്സിലാകാം രണ്ടാമത്തെ ടേമാണ് മിഡിൽ ടേം വരുന്നത്. ഇപ്പോൾ 5 ടേംസിൻ്റെ ആണെങ്കിലോ? A1 + A2 + A3 + A4 + A5. ഇതിൻ്റെ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എന്ത് ചെയ്യും? 5 ടേമല്ലേ ഉള്ളത്, അപ്പോൾ 5ൻ്റെ കൂടെ 1 കൂട്ടുക, 6/2. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തേർഡ് A3 ആണ് മിഡിൽ ടേം എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ടേംസിൻ്റെ സമ്മ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 5 ടേംസിൻ്റെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? 5 ടേം ആയതുകൊണ്ട് 5 ഇൻറ്റു, ഇനി എന്ത് ചെയ്യും? മിഡിൽ ടേം A3. 7 ടേംസ് ആണെങ്കിലോ? അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യമുണ്ടോ? 7 ടേംസിൻ്റെ സമ്മാണെങ്കിലോ? സമ്മാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? 7 ഇൻറ്റു എന്താണ്? മിഡിൽ ടേം എന്ത് വരും? 7 + 1 8, 8/2 4. അപ്പോൾ A4 ആണ് മിഡിൽ ടേം. ഓക്കെ, 11 ടൈം ആണെങ്കിലോ? 11 ടൈംസിൻ്റെ സമ്മാണെങ്കിലോ? അപ്പോൾ എത്ര ടൈംസ് ആണ്? 11. അപ്പോൾ 11 ഇൻറ്റു ഇതിൻ്റെ മിഡിൽ ടേം എന്ത് കിട്ടും? 11 + 1 12, 12/2 വരുമ്പോഴത്തേന് 6. അപ്പോൾ A6 ആണ് മിഡിൽ ടേം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരുന്നില്ലേ? ടേംസിൻ്റെ എണ്ണം ഒരു ഈവൻ നമ്പർ വന്നാൽ നമ്മൾ എന്തോ ചെയ്യുമെന്ന്? അപ്പോൾ ഈവൻ നമ്പർ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഒരു ഈവൻ നമ്പറാണ് ടേംസിൻ്റെ എണ്ണമെങ്കിൽ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ, സം ഈസ് ഈക്വൽ ടു എന്താണ്? ഈവൻ നമ്പറാണ് ടേംസിൻ്റെ എണ്ണമെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും നമ്മൾ? നമ്പർ ഓഫ് പെയർസ്, എന്താണ്? നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ. എന്താണ്? സം ഓഫ് 1 പെയർ. നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ. ഇത് നമ്പർ ഓഫ് പെയർസ് എന്താണെന്നും സം ഓഫ് 1 പെയർ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് നമ്പർ ഓഫ് പെയർസ് പറഞ്ഞുതരാം. അപ്പം എത്രയാണ്? ഒരു 6 ടേംസിൻ്റെ സമ്മാണെന്ന് വെച്ചു. അപ്പോൾ എന്താണ്? A1, A2, A3, A4, A5, A6. ഈ 6 ടേംസിൻ്റെ സമ്മാണെങ്കിൽ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ എന്താണ്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കണം. ഈ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് വെച്ചാൽ ഈ ആദ്യത്തതും ലാസ്റ്റ് ഒരു പെയർ. ഓക്കെ, അടുത്തതും പെയർ, അടുത്തതും പെയർ. ഇതാണ് പെയേഴ്സ്. അപ്പം ഈ 6 ടേമുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 3 പെയർ വരും. ഇതിന് എത്ര വരും? 3 പെയർ വരും. ഇപ്പം 10 ടേം ആണെങ്കിൽ 5 പെയർ വരും. 4 ടേം ആണെങ്കിൽ 2 പെയർ വരും. മനസ്സിലായോ? അപ്പോഴേ എത്ര ടേമാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി പെയേഴ്സിൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, ഇനി സം ഓഫ് 1 പെയർ, ഇപ്പോൾ A1 + A6 എന്ന് വെച്ചാൽ ഒരു പെയറിൻ്റെ സമ്മ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കും, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോഴും നമുക്ക് ഈ 3 ഐഡിയ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.
ഈ 3 ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് എക്സസൈസും കൂടെ ഇതിൻ്റെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? ഒരു ടേമിൻ്റെ തുല്യ ഡിസ്റ്റൻസ് അകലെയുള്ള, തുല്യ പൊസിഷൻ അകലെയുള്ള ടേംസുകൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ നമ്മളെടുത്ത ആ ടേമിൻ്റെ ഇരട്ടി കിട്ടും. അപ്പം A4 A6 കൂടെ കൂട്ടിയാൽ 2 × A5 കിട്ടും. ഒന്നാമത്തെ ഐഡിയ അതാണ്. ഓക്കെ, രണ്ടാമത്തെ എന്തോ ഞാൻ പറഞ്ഞത്? ഇപ്പം ഈവൻ നമ്പേഴ്സ് ടേംസിൻ്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ, ഈവൻ നമ്പേഴ്സ് അല്ല, ഓഡ് നമ്പേഴ്സ്. നമ്മൾ ആദ്യം ഓഡ് നമ്പേഴ്സിൻ്റെ അല്ലേ പഠിച്ചത്? ഓഡ് നമ്പേഴ്സിൻ്റെ ടേംസിൻ്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത്, എത്ര ടേമിൻ്റെ സമ്മാണോ ചോദിക്കുന്നത് ആ ടേം ഇൻറ്റു, ഇപ്പോൾ 3 ടേംസിൻ്റെ ആണെങ്കിൽ 3 ഇൻറ്റു, 5 ടേംസ് ആണെങ്കിൽ 5 ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 ടേംസ് ആണെങ്കിൽ 3 ഇൻറ്റോടെ 1 കൂട്ടുക, 2 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴെന്ത് വരും? 2 എന്ന് വരും. 5 ടൈംസ് ആണെങ്കിൽ 5 ഇൻറ്റോടെ 1 കൂട്ടുക, 6. 6/2 3. അപ്പോൾ A3 ആണ് മിഡിൽ ടേം വരുന്നത്. അങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, നമ്മൾ ഇതാണ്ട് ഈ മിഡിൽ ടേമിൻ്റെ പരിപാടി പറ്റുമോ? ഈവൻ നമ്പറാണ്, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈവൻ നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം വരുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പറാണ് ടേംസ് എങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് പേഴ്സ്, അതിൽ എത്ര പേരുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. നമ്പർ ഓഫ് പേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ, അതിലെ ഒരു പെയറിൻ്റെ സമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് പേഴ്സിനെ അതിലെ ഒരു പെയറിൻ്റെ സമ്മ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 26 എക്സസൈസ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ദ ഫോർത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫൈൻഡ് ദ സം ഓഫ് പെയർസ് ഓഫ് ടേംസ് ഇൻ ഗിവൺ ബിലോ. എന്താണ്? 4ാമത്തെ ടൈം 8 ആണെന്ന് തന്നേക്കുന്നു. അപ്പം 4 നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യമാണ് ഇതിൽ വരുന്നത്. 4ാമത്തെ ടൈമാണ്. നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നോ? അപ്പം 4ാമത്തെ ടൈം 8 ആണെന്ന് തന്നു. എന്താ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സബ്ബാണ് ഇത് വരുന്നത്. അപ്പം A3യുടെയും A5ൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. A2ൻ്റെയും A6ൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. A1ൻ്റെയും A7ൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ദ തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? എന്താണ്? A3 + A4 + A5 കണ്ടുപിടിക്കണം. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ സം ഓഫ് ദ 5 ടേംസ് ഫ്രം ദ സെക്കൻഡ് ടു ദ സിക്സ്ത്? എന്താണ്? 5 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനാണ്. എവിടെ തൊട്ടാണ്? സെക്കൻഡ് ടേം തൊട്ട് 6th ടേം വരെയുള്ള 5 ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദ 7 ടേംസ് ഫ്രം ദ ഫസ്റ്റ് ടു ദ 7th? എന്താണ്? 7 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. എവിടെ തൊട്ടാണ്? ഫസ്റ്റ് മുതൽ 7 വരെയുള്ള 7 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അവർ പറഞ്ഞേക്കുന്നത്? അവിടെ A4 അവർ തന്നു. എന്താണ്? A4 4ാമത്തെ ടേം 8 ആണ് തന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ കണ്ടുപിടിക്കണം? A3 + A5 കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോഴെന്താണ്? സീക്വൻസ് എങ്ങനെ വരും? A1 A2 A3 A4 A5 A6 A7 A8 എന്ന് പറഞ്ഞല്ലേ സീക്വൻസ് പോകുന്നത്? ആണ്. ഇവിടെ 4ാമത്തെ ടേം തന്നിട്ടുണ്ട്. അപ്പം 4ാമത്തെ ടേം ഏതാണ്? ഇത് തന്നു, 8 എന്ന് തന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? A3യും A5ഉം കണ്ടുപിടിക്കണം. അപ്പോൾ A3യുടെ പൊസിഷൻ എവിടെയാണ്? A5ൻ്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഈ A4ൽ നിന്ന് A3 എവിടെയാണ് കിടക്കുന്നത്? തൊട്ടിപ്പുറം അല്ലേ? ഒരു ടേം അകലെയല്ലേ കിടക്കുന്നത്? ആണ്. അപ്പോൾ A5 ആണെങ്കിലോ ഒരു ടേം അകലെയാണ്. ഞാൻ എന്തോ പറഞ്ഞേ? ഒരു ടേമിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് അകലെയുള്ള ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഈ ടേമിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ A4 എന്ന് വെച്ചാൽ എന്തരാണ്? അല്ല, A4 അല്ലല്ലോ, A3 + A5 എന്ന് പറഞ്ഞാൽ എന്തരാണ്? 2 × A4 അല്ലേ? മനസ്സിലായോ?
അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് A3യും A5ൻ്റെ സം കണ്ടുപിടിക്കാനേ പറഞ്ഞു. അപ്പോൾ A3 A5 നമുക്കിവിടെ കിട്ടിയില്ലേ. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു A4 എന്താണ്, A4 8 എന്ന് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 16. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായോ? 16. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. A2വും A6ൻ്റെയും സം കണ്ടുപിടിക്കാം. ഇവിടെ നോക്ക്, A2വും A6 എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്ക്. A4 അല്ലേ നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മൾ എന്താണ് റൗണ്ട് ചെയ്ത് എടുക്കാനുള്ളത്. ഓക്കെ, A4 തന്നേക്കുന്നു, A2വും A6ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A2 എവിടെ കിടക്കുന്നു? 1 2 രണ്ടാമത്തെ പൊസിഷൻ ഇപ്പുറം കിടക്കുന്നു. അടുത്ത A6 എവിടെ കിടക്കുന്നു? 1 2 രണ്ടാമത്തെ പൊസിഷൻ അപ്പുറം കിടക്കുന്നു. അപ്പോൾ 2 ഈക്വൽ ഡിസ്റ്റൻസ് അകലെയല്ലേ A4ൽ നിന്ന്? A4ൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A2 പ്ലസ് A6 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു A4 എന്ന് എഴുതിക്കൂടെ? ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 16. അതും എന്ത് കിട്ടി? 16 കിട്ടി. അത് തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. A1 പ്ലസ് A7 ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ A1 എവിടെയാണ് കിടക്കുന്നത് നോക്ക്. A1 ഇതിലെവിടെ കിടക്കുന്നത്? 1 2 മൂന്നാമത്തെ പ്ലേസിൽ. അവിടെ മൂന്നാമത്തെ പ്ലേസ് ആണെന്ന് നോക്കൂ. 1 2 3. ഓക്കെ, അപ്പോൾ തുല്യ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. A1 പ്ലസ് A7 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു A4 എന്ന് എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 16. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. സം ഓഫ് A3 A4 A5 ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം എന്തായിരുന്നു? ഒരു 3 ടേമിൻ്റെയൊക്കെ സമ്മ് അല്ലെങ്കിൽ ഒരു 5 ടേമിൻ്റെയൊക്കെ സമ്മ് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എന്തോ പഠിച്ച്? 3 ടേമിൻ്റെ സമ്മാണെങ്കിൽ നമ്മൾ എന്തോ പഠിച്ച്? 3 ഇൻറ്റു മിഡിൽ ടേം എന്ന് പഠിച്ചില്ലേ? 3 ഇൻറ്റു മിഡിൽ ടേം എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 3 ടേംസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? അപ്പോൾ A3 പ്ലസ് A4 പ്ലസ് A5. ഈ 3 ടേം എങ്ങനെയായിരിക്കണം? അടുത്തടുത്ത് കിടക്കുന്ന 3 ടേം ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? അടുത്തടുത്ത് കിടക്കുന്ന 3 ടേംസ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സം എന്ന് വെച്ചാൽ എന്ത് വരും? 3 ടേം ആയതുകൊണ്ട് 3 കൊടുക്കും. 3 ഇൻറ്റു ഇനി എന്താണ് മിഡിൽ ടേം നോക്കണം. ഇതിപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും A4 ആണെന്ന്. അല്ലെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? 3ൻ്റെ കൂടെ 1 കൂട്ടുക 4 4/2 2 വരും അല്ലേ. അപ്പോൾ രണ്ടാമത് കിടക്കുന്ന ടേമാണ് മിഡിൽ ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? A4 എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു A4 എത്ര എന്നേക്കുന്നത്? 8 എന്ന് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനുകൾ? 8 ഇസ് ഈക്വൽ ടു 24 എന്ന് വന്നു. അങ്ങനെ A3യും A4ഉം A5 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 24 കിട്ടും. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം ദ സെക്കൻഡ് ടു ദ 6th? എന്താണ്? സെക്കൻഡ് മുതൽ 6th വരെയുള്ള ടേംസിൻ്റെ സം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 പ്ലസ് A6 ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 5 ടൈംസ് അല്ലേ. അപ്പോൾ 5 ടൈംസ് ആണെങ്കിൽ സം എങ്ങനെ കണ്ടുപിടിക്കും? 5 ഇൻറ്റു ഇനി മിഡിൽ ടൈം കണ്ടുപിടിക്കണം അല്ലേ. 5 ടൈം ആകുമ്പോഴത്തേന് നമ്മൾ എങ്ങനെയാണ് മിഡിൽ ടൈം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? മിഡിൽ ടൈം 5 + 1 നോക്കണം 6. അപ്പോൾ 6/2 എന്ത് വരും? 3 വരും. അപ്പം മൂന്നാമത്തെ ടൈമാണ് മിഡിൽ ടൈം ആയിട്ട് വരുന്നത്. ഇവിടെ മൂന്നാമത്തെ ടൈം ഏതാ? 1 2 3. അപ്പോൾ A4 ആണ് മിഡിൽ ടൈം വരുന്നത്. അപ്പോൾ 5 ഇൻറ്റു A4 എന്ന് വരും. ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു A4 എത്രയാ? 8 അല്ലേ. ഇസ് ഈക്വൽ ടു 40 എന്ന് വന്നു. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് 7 ടൈംസ് ഫ്രം ദ ഫസ്റ്റ് ടു ദ 7th? എന്താണ്? 1 മുതൽ 7 വരെയുള്ള ടേംസിൻ്റെ സം കണ്ടുപിടിക്കാം. ഇതെല്ലാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സബ്ബാണ് കേട്ടോ. അപ്പം എന്ത് വരും? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ്
A5 പ്ലസ് A6 പ്ലസ് A7 ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആണ്. അപ്പം നമുക്കറിയാം ഇത് എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട്. 7 ടൈംസ് വരുമ്പോൾ ഒരു ഓഡ് നമ്പർ ടൈംസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 7 ഇൻറ്റു അല്ലേ, 7 ടൈംസ് ആയതുകൊണ്ട് 7 ഇൻറ്റു എന്ത് ചെയ്യും? മിഡിൽ ടൈം കണ്ടുപിടിക്കണം. മിഡിൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 7 പ്ലസ് 1 8, 8/2 4. അപ്പോൾ 4th ടൈം ഏതാണോ അതാണ് മിഡിൽ ടൈം ആയിട്ട് വരുന്നത് അല്ലേ. 1 2 3 4. അപ്പം എന്താണ്? A4 അല്ലേ വരുന്നത്? ഇൻറ്റു A4 ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു A4 എത്രയാ? 8 ഇസ് ഈക്വൽ ടു 56. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിൽ ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2 ആൻഡ് ദ സം ഓഫ് ദ 9th 10th 11th ടൈം ഈസ് 90. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ്. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ സം ഓഫ് ദ 9th 10th 11th ടൈം ഈസ് 90. 9ഉം 10ഉം 11ാമത്തെ ടൈമിൻ്റെ സം എന്ന് പറഞ്ഞാൽ 90 ആണെന്ന് തന്നു. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ്. ആദ്യത്തെ 3 ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്താ തന്നേക്കുന്നത്? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 3 ടൈമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 3 ടൈംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഈ ഒരു 3 ടൈംസിൻ്റെ സമ്മ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ ടൈം കണ്ടുപിടിച്ചൂടെ? ഇവിടെ നോക്കാം, നമുക്കറിയാം സം ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 3 ടൈം ആണെങ്കിലും 3 ഇൻറ്റു മിഡിൽ ടൈം ഇതിൻ്റെ എന്ത് വരും? 3 ടൈമായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ, 8 എണ്ണാണ് നമുക്കറിയാം. അപ്പം നമുക്ക് ഇവിടെ ഒരു ടേം കണ്ടുപിടിച്ചാൽ നമ്മളെ കയ്യിൽ കോമൺ ഡിഫറൻസും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ടേം കണ്ടുപിടിച്ചാൽ കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ഏത് ടൈം ആണെങ്കിലും കണ്ടുപിടിച്ചൂടെ? ആദ്യത്തെ 3 ടൈമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചൂടെ? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോഴും നമുക്ക് വേണ്ടത് ഒരു ടേം നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയണം. അതിനൊരു ഹിൻ്റാണ് ഇതാ ഇവിടെ തന്നേക്കുന്നത്. നോക്ക്, സമ്മെന്ന് വെച്ചാൽ 3 ഇൻറ്റു 8 8 എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനകത്ത് 8 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 8 ഈസ് ഈക്വൽ ടു സമ്മ് തന്നിട്ടില്ലേ? സം എത്രയാണ് തന്നേക്കുന്നേ? 90 എന്ന് തന്നു അല്ലേ. അപ്പം 90 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു എന്ത് വരും? 30 എന്ന് വന്നില്ലേ. അപ്പോൾ 10th ടൈം എന്ന് വെച്ചാൽ 30 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് എന്താണ്? ഡി എത്രയാണ് തന്നേക്കുന്നത്? 2 എന്ന് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ A1 എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ആദ്യത്തെ 3 ടൈമല്ലേ വേണ്ടത്. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു എന്താണ്? 8 മൈനസ് 9D ഈസ് ഈക്വൽ ടു 8 എത്രയാ? 30. അപ്പോൾ 30 മൈനസ് 9 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 30 മൈനസ് 80 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 12 എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ A1 12 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ് നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ A2 എന്ത് വരും? A1 12 കിട്ടി. A2 എന്ത് വരും? 14 വന്നു. A3 16 വരും, എക്സെട്ര. ആദ്യത്തെ 3 ടൈംസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത് ക്വസ്റ്റ്യന്? മനസ്സിലായോ? അപ്പോൾ ആ പേജിൽ എക്സസൈസ് തീർന്നു കേട്ടോ. ഇനി പേജ് നമ്പർ 27 എക്സസൈസാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 27 എക്സസൈസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടൈംസ് ആർ 70. ഇതെന്തേക്കുന്നേ? റൈറ്റ് 3 എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 3 ടൈംസ് കണ്ടുപിടിക്കുക. എന്താ തന്നേക്കുന്നേ? ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടൈംസ് ആർ 70. അപ്പോൾ എന്താണ്? 7 ടൈംസിൻ്റെ സം എന്ന് വെച്ചാൽ 70 ഒന്നും തന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അരിത്തമെറ്റിക് സീക്വൻസിലെ 3 ടൈംസ് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അപ്പം ക്വസ്റ്റ്യൻ ആണ് ഇത്. റൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ആസ് 70. അപ്പം എന്താണ്? 70 ആണ് സം. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? 7 ടൈംസിൻ്റെ ഓഡ് നമ്പേഴ്സ് ടൈംസിൻ്റെ സം നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം സം ഈസ് ഈക്വൽ ടു എന്താണ്? സം ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? ടൈം എത്ര ടൈം? നമ്പർ ഓഫ് ടൈംസ് അല്ലേ. നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു എന്താണ്? മിഡിൽ ടൈം അല്ലേ. നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു മിഡിൽ ടൈം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് ഇവിടെ എത്രയാ? 7 അല്ലേ. അപ്പോൾ 7 ഇൻറ്റു മിഡിൽ ടൈം നമ്മൾ എങ്ങനെ അറിയുന്നത്? 7 ടൈംസിൻ്റെ ആണെങ്കിൽ 7 + 1 8, 8/2 4. അപ്പം A4 ആണ് മിഡിൽ ടൈം എന്നുള്ളത്.
ഓക്കെ, ഈ സമ്മ് തന്നിട്ടില്ലേ, 70 തന്നിട്ടില്ലേ. ഇപ്പം നമുക്ക് A4 കണ്ടുപിടിച്ച് ഒരു ടേം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതിക്കൂടെ? എഴുതാം. ഇവിടെ നോക്കേ, ഇതിൽ A4 എന്ത് വരും? A4 എന്ത് വന്നു? 70/7 10 എന്ന് വന്നു. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട A4 10 എന്ന് മനസ്സിലാക്കുന്നേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിഡിൽ ടേം നമ്മുടെ കയ്യിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ A4 ഇപ്പം എങ്ങനെയാണ് ടേംസ് നമ്മൾ എഴുതുന്നത്? A1 A2 A3 A4 ഇങ്ങനെയല്ലേ ടൈം നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 3 അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 3 ടേംസ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? 3 അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? A4 നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അത് 10 എന്ന് എഴുതൂലേ? A4 A5 A6 എക്സെട്ര. ഓക്കെ, അപ്പം A4 നമ്മുടെ കയ്യിലുണ്ട്, 10 എന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് മനസ്സിൽ വിചാരിക്കാം. എന്താണ്, ഇപ്പം ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ള എൻ്റെ ഒരു കോമൺ ഡിഫറൻസ് 1 ആക്കി എടുത്തു. ഞാൻ 1 ആണെങ്കിൽ A4 10 ആണെങ്കിൽ A5 എന്ത് വരും? 11 12 13 എക്സെട്ര. ഇങ്ങോട്ട് എന്ത് വരും? 9 8 7. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ? അടുത്ത വേറെ ഒന്നും നിങ്ങൾ പറ. A4 10 കിടക്കണം. അടുത്ത 2 ആണെങ്കിലോ 12 14 16 എക്സെട്ര. ഇങ്ങോട്ടാണെങ്കിലോ A4 ആണിത്. അപ്പം A3 എന്ത് വരും? 8 വരും. A2 എന്ത് വരും? 6 വരും. A1 4 വരും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ആയി. അടുത്ത എത്ര എണ്ണം? 3 എണ്ണം എഴുതാനല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോൾ ഒന്നും കൂടെ പറ. അപ്പോൾ 4th ടൈം 10 ആണ് എങ്കിൽ 3 ആണ് കോമൺ ഡിഫറൻസ് വിചാരിച്ചാലോ. അപ്പോൾ 10 13 16 എക്സെട്ര പോവും. ഇങ്ങോട്ടാണെങ്കിലോ 10 - 3 വരുമ്പോൾ 7 7 - 3 വരുമ്പോൾ 4, അടുത്തത് 1. അപ്പോൾ 1 4 7 10 13 16 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ 3 അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതിയില്ലേ? ഏതാണ്? 7 8 9 10 11 12 എക്സെട്ര. അടുത്തത് 4 6 8 10 12 14 എക്സെട്ര. അടുത്ത 1 4 7 10 13 16 എക്സെട്ര. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. The sum of the 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140. What is the second term? What is the fourth term? What are the first 3 terms of the sequence? എന്താ പറഞ്ഞേക്കുന്നത്? The sum of the first 3 terms of an arithmetic sequence. ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ് 30 എന്ന് തന്നിരിക്കുന്നു. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആദ്യത്തെ 7 ടൈംസിൻ്റെ സമ്മ് 114 തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം, 4th ടൈം കണ്ടുപിടിക്കണം, ആദ്യത്തെ 3 ടേംസും കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നു? 3 ടേംസിൻ്റെ ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് തന്നു, 30 എന്ന് തന്നു. ഫസ്റ്റ് 7 ടൈംസിൻ്റെ സമ്മ് 114 തന്നു. A2 A4 ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്ക്, ആദ്യം തന്നിരിക്കുന്ന ഫസ്റ്റ് 3 ടൈംസിൻ്റെ സമ്മല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഓഡ് നമ്പർ ടൈംസിൻ്റെ സമ്മാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സം ഈസ് ഈക്വൽ ടു എന്താണ്? 3 × 3 ടൈംസ് ആണ്. 3 ഇൻറ്റു മിഡിൽ ടൈം എന്ത് വരും? 3 ടൈംസ് ആകുമ്പോഴത്തേന് മിഡിൽ ടൈം എന്ത് വരും? 3 + 1 4 4/2 2. അപ്പോൾ രണ്ടാമത്തെ ടൈമല്ലേ മിഡിൽ ടൈം വരുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ടൈം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ടൈം A2 വരൂലേ. A2 സമ്മ് തന്നിട്ടില്ലേ ഇവിടെ? 30 = 3 × A2. ഇതിൽ A2 എന്ത് കിട്ടി? A2 = 30/3 എന്ന് വന്നു, = 10 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. നമ്മളിത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്നും പറഞ്ഞല്ല ചെയ്തത്, പക്ഷേ എന്നിട്ട് നമുക്കത് കിട്ടിയില്ലേ. അപ്പോഴേ A2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഓക്കെ, രണ്ടാമത് A4 രണ്ടാമത്തത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേന് A4 കിട്ടുമെന്ന് നോക്കാമല്ലോ. ഇതിൽ നമുക്ക് A4 എങ്ങനെ കണ്ടുപിടിക്കാം?
നമുക്ക് എന്താണ് ഇത് ഈ പറഞ്ഞേക്കുന്നത് എന്താണ് 7 ടൈംസിൻ്റെ സമ്മ് 140 എന്ന് പറഞ്ഞു. അപ്പോൾ 7 ടൈംസിൻ്റെ സമ്മ് എന്താണ് പറഞ്ഞേക്കുന്നത് 140 എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ സം ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു മിഡിൽ ടൈം എന്ത് വരും 7 ടൈംസ് ആകുമ്പോഴത്തേനും മിഡിൽ ടൈം എന്ത് വരും 7 + 1 8 8/2 4 വരും. അപ്പോൾ A4 വരും. അപ്പോൾ A4 ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ സമ്മ് തന്നിട്ടില്ലേ സമ്മ് എന്താ തന്നേക്കുന്നത് 140 ആണ് തന്നു. 140 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു A4 ആണ് തന്നേക്കുന്നത്. അപ്പോൾ A4 ഈസ് ഈക്വൽ ടു എന്ത് വരും 140/7 ഈസ് ഈക്വൽ ടു 20 എന്ന് വന്നു. ഓക്കെ അപ്പോൾ A4 എന്തെന്ന് വന്നു 20 എന്ന് വന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ആയില്ലേ ആയി. ഇപ്പോൾ A4 കണ്ടുപിടിക്കാൻ രണ്ടാമത് പറഞ്ഞേക്കുന്നത്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് A1ഉം A2ഉം A3യും കണ്ടുപിടിക്കണം അല്ലേ. A1ഉം A2ഉം A3യും കണ്ടുപിടിക്കണം. അപ്പോൾ A1ഉം A2ഉം A3 നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ് A2 നമുക്ക് കിട്ടി എത്രയെന്ന് കിട്ടി 10 എന്ന് കിട്ടി. A4 കിട്ടി നമുക്ക് 20 എന്ന് കിട്ടി. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച കാര്യമായില്ലേ. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും D ഈസ് ഈക്വൽ ടു എന്താണ് പൊസിഷൻ ഡിഫറൻസ് ആണോ അല്ല ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും 20 - 10 വരുമ്പോൾ 10 വരും. പൊസിഷൻ ഡിഫറൻസ് 2 വരും. ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് 5 വന്നു. കോമൺ ഡിഫറൻസ് 5 വന്നു. നമ്മുടെ കയ്യിൽ ഏതൊക്കെയുണ്ട് A2 ഉണ്ട് 10 എന്നുണ്ട്. A2 10 എന്നുണ്ട്. കോമൺ ഡിഫറൻസ് 5 ആകുമ്പോൾ 5 കുറച്ചാൽ 5 വരൂലേ. 5 10 15 20 എക്സെട്ര. ആദ്യത്തെ 3 ടൈം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആ സീക്വൻസ് 4 ടൈമായിട്ട് എഴുതി. ഓക്കെ മനസ്സിലായോ ക്വസ്റ്റ്യൻ. അപ്പം ഇതിലെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതി. A2 കണ്ടുപിടിച്ചു, A4 കണ്ടുപിടിച്ചു, A1ഉം A2ഉം A3യും കണ്ടുപിടിച്ചു. ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. എന്താ പറഞ്ഞേക്കുന്നേ സം ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് 150 തന്നേക്കുന്നു. എന്താണ് ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ടൈംസ് 550 തന്നേക്കുന്നു. അപ്പം നമ്മൾ നോക്കാം ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ ഓഡ് ടേംസിൻ്റെ സം വന്നേക്കുന്നു. ഇപ്പുറത്ത് നോക്ക് ഇതൊരു ഈവൻ നമ്പർ ടേംസിൻ്റെ സം വന്നേക്കുന്നു. അപ്പം നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ മനസ്സിലായോ. അപ്പോൾ എന്താ സബ്ബായിട്ട് ക്വസ്റ്റ്യൻ കിടക്കുന്നത് എന്താണ് 3rd ടേം കണ്ടുപിടിക്കണം, 8th ടേം കണ്ടുപിടിക്കണം, ആദ്യത്തെ 3 ടേമും കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ 5 ടൈംസിൻ്റെ സമ്മ് 150 തന്നിരിക്കുന്നു. അപ്പോൾ 5 ടൈംസിൻ്റെ സമ്മ് നമ്മൾ ആദ്യം 5 ടൈംസിൻ്റെ സമ്മ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് ഓഡ് ടൈംസിൻ്റെ സം തന്നാൽ നമ്മളെങ്ങനെയാണ് സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഓഡ് നമ്പറിൻ്റെ ടൈമിൻ്റെ ആണെങ്കിൽ അപ്പോൾ സം ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന കാര്യം എന്താണ് സം ഈസ് ഈക്വൽ ടു എന്താണ് ടേം ഇൻറ്റു അപ്പോൾ 5 ടേം ആയിട്ട് 5 ഇൻറ്റു എന്താണ് മിഡിൽ ടേം വരും അല്ലേ. മിഡിൽ ടേം എന്ത് വരും 5 ടൈംസിൻ്റെ ആദ്യത്തെ 5 ടൈംസ് ആണ്. അപ്പോൾ മിഡിൽ ടേം എന്ത് വരും 5 + 1 6 6/2 3 വരും. അപ്പോൾ ആദ്യത്തെ ടൈം ആയതുകൊണ്ട് A1 A2 A3 മൂന്നാമത്തെ ടൈം വരുമ്പോൾ A3 തന്നെ വരും അല്ലേ. A3 ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A3 കണ്ടുപിടിക്കാനല്ലേ ആണ്. അപ്പോൾ സം ഇവിടെ തന്നിട്ടില്ലേ 150 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു A3. ഞാൻ A3 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും A3 ഈസ് ഈക്വൽ ടു 150/5 ഈസ് ഈക്വൽ ടു 30 എന്ന് വന്നു. അപ്പോൾ A3 എന്ത് കിട്ടി 30. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഓക്കെ അടുത്ത സെക്കൻഡ് പാർട്ട് നോക്ക്. സം ഓഫ് ദ ഫസ്റ്റ് 10 ടൈംസ് ഈസ് 550. എന്താ പറഞ്ഞേക്കുന്നേ ആദ്യത്തെ 10 ടൈംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 550 ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു ഈവൻ നമ്പറിൻ്റെ സമ്മിൻ്റെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഇതുവരെ. അപ്പം ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഞാൻ പറഞ്ഞത് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു എന്താണ് നമ്പർ ഓഫ് പെയേഴ്സ് അല്ലേ. നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ സം ഓഫ് 1 പെയർ. ഓക്കെ ഇവിടെ നോക്കേ നമുക്ക് സമ്മ് തന്നിട്ടില്ലേ ഉണ്ട്. അപ്പോൾ 550 സമ്മ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പെയേഴ്സ് 10 ടൈംസ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് എത്ര വരും 10ൻ്റെ പകുതി എത്രയാണോ അത്രയും വരും അല്ലേ. അപ്പോൾ 5 വരൂലേ 5 പെയർ
ഉണ്ട് അതിനകത്ത് അല്ലേ. 5 ഇൻറ്റു സം ഓഫ് 1 പെയർ തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയില്ല അല്ലേ. അപ്പോൾ സം ഓഫ് 1 പെയർ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സം ഓഫ് 1 പെയർ നമുക്ക് ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ സം ഓഫ് 1 പെയർ അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചൂടെ? ഇസ് ഈക്വൽ ടു 550 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 110 എന്ന് വന്നു. അപ്പം ഒരു പെയറിൻ്റെ സം എന്ന് വെച്ചാൽ 110 എന്ന് വന്നു. ഇതെങ്ങനെയാണ് പെയർ നോക്കുന്നത്? ഇവിടെ നോക്കേ, A1 A2 A3 A4 A5 A6 A7 A8 A9 A10 ഇങ്ങനെയല്ലേ വരുന്നത്. അങ്ങനെ എനിക്ക് പെയർ നോക്കുന്നത് വെച്ചാൽ ഒന്നാമത്തതും ലാസ്റ്റും ഒരു പെയറാണ്, 2ഉം 9ഉം പെയർ, 3ഉം 8ഉം പെയർ, ഇങ്ങനെയാണ് പെയർ വരുന്നത്. അങ്ങനെ നമ്മൾ പെയർ വരയ്ക്കുമ്പോൾ 5 പെയർ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം സം ഓഫ് പെയർ എന്ന് വെച്ചാൽ A1ഉം A10ൻ്റെയും സമ്മാണ് 110. അതുപോലെ തന്നെ A2ൻ്റെയും A9ൻ്റെയും സമ്മ് തന്നെയാണ് 110. ഇതിലേത് ഇപ്പം 5 പെയറിൻ്റെ സമ്മും ആൻസർ എന്താണ്? 110 കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ? ഇതിൻ്റെ എന്താ കണ്ടുപിടിക്കണം നമ്മൾ? ഇപ്പം നമ്മളടുത്ത് A8 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം 8ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ കയ്യിലല്ലാതെ എന്തുണ്ട്? നമ്മൾ A3 ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, A3 നമ്മുടെ കയ്യിൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പെയർ ചെയ്യണം. അപ്പോൾ A3 അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ A3 ആയിട്ട് പെയർ ചെയ്ത് പോകും. A8 അല്ലേ പോകുന്നത്. അപ്പം നമുക്കെന്നെ എഴുതാം A3 + A8 ഇസ് ഈക്വൽ ടു 110 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ, നമ്മുടെ കയ്യിൽ ഉള്ള വാല്യൂ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ A3 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ A3 വരുന്ന പെയർ നമ്മൾ എടുക്കണം. അപ്പോൾ A3 + A8 ഇസ് ഈക്വൽ ടു 110. അടുത്ത ഇവിടെ നോക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ A8 കണ്ടുപിടിക്കാനല്ലേ. അതിനകത്ത് A8 എന്ത് കിട്ടും? A3ക്ക് എന്ത് കൊടുക്കുക? A3 നമ്മൾ 30 എന്ന് കണ്ടുപിടിച്ച് വെച്ചല്ലേ. 30 + A8 ഇസ് ഈക്വൽ ടു 110. A8 ഇസ് ഈക്വൽ ടു 110 - 30 ഇസ് ഈക്വൽ ടു 80 എന്ന് വന്നു. A8 എന്ത് വന്നു? 80 എന്ന് വന്നു. സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കണേ? A1ഉം A2ഉം A3 3 ടേംസ് കണ്ടുപിടിക്കുക. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ടേംസ് ഉണ്ട്? A3 ഉണ്ട്, 30 എന്നുണ്ട്. അടുത്ത A8 ഇപ്പോൾ കണ്ടുപിടിച്ചു, എന്താണ്? 80 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് ഒരു ടേമും ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിച്ചൂടെ ഈസി ആയിട്ട്? ഇതിലെങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? പൊസിഷൻ ഡിഫറൻസ് 80 - 30 എന്ത് വരും? 50 / 8 - 3 എന്ത് വരും? 5 ഇസ് ഈക്വൽ ടു 10 എന്ന് വന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വന്നു? 10 വന്നു. കോമൺ ഡിഫറൻസ് 10 വന്നു. നമുക്കറിയാം A3 30 അങ്ങനെയാണെങ്കിൽ A2 എന്ത് വരും? കോമൺ ഡിഫറൻസ് 10 മൈനസ് ചെയ്യണ്ടേ? അപ്പോൾ 20 വന്നു. A1 എന്ത് വന്നു? 10 വന്നു. 10 20 30 40 ഇങ്ങനെ പോകും. ആദ്യത്തെ 3 ടേമേ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ. മനസ്സിലായോ ക്വസ്റ്റ്യൻ? അപ്പോൾ ആ പേജിൽ ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്യുവാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആവേ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.